അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ ഇടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാൻ വെളുത്തുള്ളി അച്ചാറുണ്ടാക്കിയപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇടുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണ ഇതിക്കേനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ കടുകുമ്പാട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും പാടെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിവേപ്പിലയും പാടെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിക്കാൻ വെളുത്തുള്ളി ഇട്ടെടുക്കുക. വെളുത്തുള്ളി ഞാൻ വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് മുഴുവനായി ഇതിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3/4 കിലോ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഒരു ഇഞ്ചി ഒന്ന് ചതച്ചെടുത്താണ് അതുമാതിരി ഇതിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി നല്ല ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഏകദേശമൊക്കെ അത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ 2 തണ്ട് കറിവേപ്പിലും പാടെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കായത്തിൻ്റെ കണ്ടാണ് ഇതിക്കിട്ട് കഷ്ണം ഇതിക്കിട്ട് കൊടുക്കുന്നത്. ഒരു കായം പൊടിയല്ല, കായക്കട്ട ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണക്കടന്ന് അങ്ങോട്ട് അരിഞ്ഞോളത്. ഇനി എടുത്തുങ്ങാണ്ട് വേറെ പിന്താക്കണമൊന്നുമില്ല, പിച്ചിടണമൊന്നുമില്ല. അത് എണ്ണയിൽ നിന്ന് ആദ്യമൊക്കെ വറുത്തെടുക്കേണ്ടിയിരുന്നു. അപ്പോൾ എന്നെ ശ്രദ്ധ ഇട്ട് പോയി. അപ്പോൾ ഞാൻ ഇത് ഇപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇതിക്കേനെ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അച്ചാറും പൊടിയാണ്. അപ്പോൾ ഒരു 4 ടീസ്പൂണ് അച്ചാറും പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളകും പൊടിയും പാടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഉപ്പൊക്കെ അവരുടെ ആവശ്യത്തിനെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതിക്കേനെ സുർക്കയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ സുർക്കയും പാടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.